ഇതാ നോക്കൂ, നമ്മളുടെ ആ സെയിം മെറ്റീരിയൽ റോസ് സിൽക്ക് പോലെ ഇരിക്കുന്ന ആ ഒരു സെയിം മെറ്റീരിയലിലേക്ക് തന്നെ ത്രെഡ് വർക്കുകൾ. വളരെ ക്ലാസി ആയിട്ടുള്ളൊരു സാരീസാണ്. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. ഈ ത്രെഡ് വർക്ക്, ഈ ഒരു നാരോ ബോർഡർ അതിമനോഹരമാണ്. ഇതൊന്നും ഒട്ടും കോമൺ അല്ലാത്ത ഡിസൈൻസ് ആണ്. ഈ ഫാബ്രിക്കിനും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇത് സിംഗിൾ കളറാണ്. ഗ്രീൻ ബ്ലൗസ് പീസ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3990. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊക്കെ വീഡിയോയിൽ വരുമ്പോൾ തന്നെ, ഇതിന് എനിക്ക് അധികം പീസ് കിട്ടിയിട്ടില്ല, ഒരേ പീസ് വെച്ചിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ലവ്ലി, നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡിസൈനും കളേഴ്സും നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് വയ്ക്കുക. ഇനിയിപ്പം നമ്മളുടെ ആവശ്യങ്ങളൊക്കെ ഇത്തിരി കുറഞ്ഞാലും നമ്മളൊന്ന് പർച്ചേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സീസണിലേക്ക് നമ്മളുടെ ഫംഗ്ഷൻസ്, ഫാമിലിയിൽ വരുന്ന ഫംഗ്ഷൻസ് ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് പർച്ചേസ് ചെയ്യാം. ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും റെഗുലറായിട്ട്, ഇപ്പം എന്താ, ഏത് ഒക്കേഷനിൽ വേണമെങ്കിലും ഉടുക്കാം. ജസ്റ്റ് ഒന്ന് പള്ളി പോകുമ്പോൾ കൊടുക്കാം. ഒരു ക്ലാസി ആയിട്ടുള്ള കളേഴ്സാണ്. അതിൻ്റെ പൗഡർ കളേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു അസാധ്യമായിട്ടുള്ള ഭംഗിയിലാണ് ഇതിൻ്റെ ഡൈങ് പോയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഏത് കാസ്റ്റിലും എല്ലാവർക്കും, ഇപ്പം ഇങ്ങനെ തലയക്കട ഇട്ടിട്ട് പോകാനുള്ളവർക്കായാലും ഒഴുകി ഇങ്ങനെ കിടക്കുന്ന ടൈപ്പിലായതുകൊണ്ട് അല്ലേ, ചൂടൊന്നും അധികം വരാത്ത രീതിയിലേക്ക് ഏറ്റവും നല്ലൊരു കളക്ഷനാണ്. വീഡിയോ കാണുമ്പോൾ തന്നെ ബുക്ക് ചെയ്ത് വെക്കുക. നോക്കൂ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് നോക്കിയേ. നല്ല കളേഴ്സുകളാണ്. എന്ത് കളർ എടുക്കണമെന്ന് നമുക്ക് കൺഫ്യൂഷൻ ആകും. ഏത് ഏജ് ഗ്രൂപ്പിനും, ഇപ്പോൾ ടീനേജ് ആണെങ്കിൽ ഒരു സ്ലീവ്ലെസ് ഒക്കെ ധരിച്ചിട്ട് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും അടിപൊളിയാണ്. പിന്നെന്താ, അമ്മമാരുടെ ഒരു കാറ്റഗറിയിൽ വരുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജിനും ഒക്കെ വൺ സൈഡ് ഇട്ടിട്ട് കനം കുറഞ്ഞ സാരീസാണ്. അതാണ് ഏറ്റവും പ്രത്യേകത. അതാ കണ്ടോ, ഭയങ്കര കനം കുറഞ്ഞിട്ട് നല്ല മെഴുക് പോലെ ഒഴുകി കിടക്കുന്ന സാരി എന്ന് പറയാം. നല്ല മസ്റ്റർഡ് കളറിലേക്ക് നല്ല സിൽവർ ഗ്രേ, അടിപൊളി കളറാണേ. ഒരു നൈറ്റ് ഫംഗ്ഷനൊക്കെ കൊടുത്തിട്ട് പോകുമ്പോൾ എപ്പോഴും നമുക്ക് അധികം അങ്ങോട്ട് ഉള്ള ഒരു ഗ്ലോഡി അല്ലാതെയും അത്യാവശ്യം നല്ലൊരു കളർ കോമ്പോയിലും എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള സാരീസാണ്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്ത് വെച്ചാൽ എവർ ടൈം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതൊന്നും ട്രെൻഡ് ഔട്ട് ആവുന്നതല്ല, കാരണം അത്രയും ഒരു ക്ലാസി ആയിട്ടുള്ള സാരീസാണ്. നെക്സ്റ്റ് നമുക്കൊരു സെമി ടെസർ മെറ്റീരിയലിലേക്ക്, നമുക്ക് ഇന്നിപ്പോൾ വരുന്ന സാരീസ് എല്ലാം തന്നെ ഒരു ഒന്ന് സെമി ടെസർ മെറ്റീരിയൽ, ഒന്ന് വരുന്നത് റോസ് സിൽക്കിൻ്റെ ഒരു സെമി. അപ്പം രണ്ടും നോക്കിയിട്ട് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിസൈൻസും കളറും ഒക്കെ നോക്കിയിട്ട് ഇതാ ഇത് നോക്കൂ. നല്ല ബോട്ടിൽ ഗ്രീൻ, ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ലുക്കാണ് ഇതിന്. ആ ഒരു സിൽവറാണ് ഇതിൻ്റെ കോഡിംഗ് വർക്ക് ഡീറ്റെയിൽ വരുന്നത്. എല്ലാം ചെറിയ ചെറിയ നാരോ എന്താ പേസ്ലി മോട്ടീഫ്, അതിനെ തന്നെ അതിൻ്റെ ഒരു പെറ്റൽസ് പോലെ വന്നിട്ടുള്ള ആ ഒരു സിൽവറും ത്രെഡും കൂടെ ചേർന്ന് വന്നിട്ടുള്ള ഒരു റയർ കോമ്പിനേഷൻസ് ആണ്. സ്ലീവ് ഇങ്ങനെ പോകുന്നു. പ്രൈസ് വരുന്ന 3830. ബ്ലൗസ് പീസ് സ്ലീവിലേക്ക് ഈ ഒരു ഹൈലൈറ്റ് വരുന്നു. ഇതൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം. ഇത് നല്ലൊരു പൗഡർ പിങ്ക് ഷെയ്ഡ്. ഇത് നല്ലൊരു ഹോട്ട് റാണി കളറ്. ഇതൊരു ഡീപ്പ് വയലറ്റ്. ഇതും നല്ല രസമുള്ളൊരു കളറാണ്, ഇപ്പം ട്രെൻഡിങ് ആണ് ഇത്. ഇതൊരു പൗഡർ പിങ്ക് ഷെയ്ഡ്. ഇതൊരു പീച്ച് പോലെ വരുന്നു. ഇതൊരു പൗഡർ പിങ്ക്. ഈ ഒരു സാരിയുടെ ഫാബ്രിക് വരുന്ന അടിപൊളിയാണ്. ലൈറ്റ് വെയ്റ്റ് ഷിമ്മർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. ലെമൺ ഗ്രീൻ. ബോഡി പാർട്ട് വിത്തൗട്ട് ബോർഡറിലേക്ക് നല്ല രസമുണ്ട്. മുന്താണി ഇങ്ങനെ പോകുന്നു വിത്ത് ടാസലോട് കൂടിയിട്ട്. അതിൻ്റെ താഴോട്ട് മാത്രം സിൽവറിലെ ഒരു 6 ലൈൻ പോലെ ഇങ്ങനെ ബോർഡർ പോലെ വന്നിരിക്കണു. നല്ലൊരു ഷൈനിങ്, ലൈറ്റ് വെയ്റ്റ്, നിഴലടിക്കത്തില്ല. ബ്ലൗസ് പീസ് സ്ലീവിലേക്ക് വരുന്ന ഈ ഒരു ഡീറ്റെയിലിംഗ് ഇങ്ങനെ പോകുന്നു. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3910.
ഇതൊക്കെ ഇങ്ങനെ ഉടുത്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഭംഗി. ബ്ലൗസ് പീസൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഇതിലേക്ക് വരുന്ന കളേഴ്സുകൾ രണ്ടെണ്ണമാണ് അല്ലേ. ഇതാ നല്ലൊരു പൗഡർ പിങ്ക് ഷെയ്ഡ്. ഇതൊക്കെ ഇപ്പം കിട്ടുള്ളൂ കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ, വീഡിയോ കാണുമ്പോൾ തന്നെ പർച്ചേസ് ചെയ്യണേ. ഇതാ ഒരു ഡസ്റ്റി, കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ ടോൺ. നെക്സ്റ്റ് ഒരു ക്രഷ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നല്ല ഷൈനിങ്ങോട് കൂടിയിട്ട് ജോർജറ്റ് ക്രഷ്ഡ് പോലെ ഇങ്ങനെ വന്നിട്ട് ആ ഒരു ഫീലാണ് ഇതിന്. ഇതാ എല്ലാവരും സെമി ഫാൻസി മെറ്റീരിയലാണ്. വൈറ്റ് ചിക്കൻ കാരി പോലെയുള്ള ഒരു ത്രെഡ് വർക്ക് മെഷീനിൽ കൊടുത്തിരിക്കുന്നതാണ്. എവർ ഹിറ്റാണ് ഇത്. എവർ ഗ്രീൻ എന്ന് പറയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇതിൻ്റെ ത്രെഡ് വർക്കും ഇതിൻ്റെ കളേഴ്സുകളും എല്ലാം കൂടെ വരുന്നത്. നമുക്ക് എപ്പോഴും ഉപയോഗിക്കുകയും ചെയ്യാം. ഇതൊക്കെ കാരണം എന്ത് ഒക്കേഷനിലേക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ലൊരു ഗ്രാൻഡായിട്ട് ഒരു കല്യാണത്തിന് പോകുമ്പോഴായാലും ഉപയോഗിക്കാം. ഒന്ന് ചർച്ച് വെയർ ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഉപയോഗിക്കാം. നമുക്ക് നമ്മളെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല യുണീക്കായിട്ടുള്ള ഒരു ഒരു നമുക്കിങ്ങനെ ഉടുത്ത് പോകുമ്പോൾ രണ്ടാൾ നമ്മൾ നോക്കണമല്ലോ. ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഏറ്റവും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സാരീസാണ്. കളേഴ്സുകളാണ് ഏറ്റവും അടിപൊളി. നോക്കൂ, നല്ലൊരു ഗ്രീൻ, മിൻ ഗ്രീൻ എന്നൊക്കെ പറയാം. ഇതിൻ്റെ ഞാൻ പറഞ്ഞതുപോലെയുള്ള വർക്കുകളുടെ ഡീറ്റെയിലിംഗ് കണ്ടോ. ഞാൻ ഇതാ പിന്നെ സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വർക്കാണിത്. ഇത് നോക്കൂ, ഒരു അപൂർവമായിട്ടുള്ള കോമ്പിനേഷൻസും വർക്കുകളുടെ ഒരു യുണീക്നെസ്സും ഉണ്ട്. ഇതൊരു നല്ല ചോക്ലേറ്റ് ഷെയ്ഡ്, കാണാത്തൊരു കളറാണ് അല്ലേ. ഇത് വരുമ്പോഴേക്ക് യെല്ലോ ഷെയ്ഡ്, നല്ല യെല്ലോ. അതിലേക്ക് ആ ഒരു കോമ്പിനേഷൻ, ഒരു ബേബി പിങ്ക്, ബ്ലൂ. ഇതൊരു പിങ്ക് ഷെയ്ഡ്, ഡസ്റ്റി, ഒരു ടൊമാറ്റോയുടെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ്. അടിപൊളി കളറ് യെല്ലോ. അതിലേക്കൊരു സഫയർ ഗ്രീൻ കോമ്പിനേഷൻ പോയി. ഇത് വരുമ്പോഴേക്കും ഒരു ബ്ലൂ, ടർക്കോയിഷ് ബ്ലൂ. ഇതൊരു നല്ല റാണി കളറ്. ഇതൊന്നും ട്രാൻസ്പെറൻ്റ് അല്ല കേട്ടോ. നമുക്ക് അങ്ങനെ ആ ഒരു ഇതിലേക്ക് പോകുന്നില്ല. ഇതൊരു മുന്തിരി കളറ്. ഇതൊരു ഡാർക്ക് 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 ഗ്രേപ്പ്. ഒരു ചെറിയ ബ്രൗൺ കയറുന്നുണ്ടോ എന്നൊരു ഡൗട്ട് അല്ലേ. ടാസലൊക്കെ ഇതാ ഇങ്ങനെ പോകുന്നു. നെക്സ്റ്റ് ഒരു ജൂട്ട് ടിഷ്യൂ സാരിയാണ്. ഇതാ ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. ഒരു ഗോൾഡൻ കസവാണ് ഇതിൻ്റെ 2 സൈഡ് ബോർഡറും മുന്താനിയും വരുന്നത്. ആ ഒരു ജൂട്ട് ടിഷ്യൂവിൽ വന്നിട്ട് 2 സൈഡ് ബോർഡർ, ബോഡി പാർട്ട് ഇതാ ബുട്ട വർക്ക്. പ്രൈസ് 2120. മുന്താണി ഇങ്ങനെ പോകുന്നു. ബ്ലൗസ് പീസ് ഒരു നല്ല കളേഴ്സുകളാണ്. പിൻ ചെയ്ത് കൊടുത്ത് നല്ല ഒരു സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നെക്സ്റ്റ് നമുക്കൊരു ഗ്രീൻ ഷെയ്ഡിലേക്ക്, ഒരു സഫയർ ഗ്രീൻ ഷെയ്ഡ്. ഇത് മിൻ ഗ്രീൻ. ഇതൊരു ഒണിയൻ പിങ്ക്. ഇതൊരു ബ്ലൂ ഷെയ്ഡ്, സ്കൈ ബ്ലൂ. ഇതൊരു ലോട്ടസ് പിങ്ക്, യെല്ലോ. വീണ്ടും ഒരു ലാവൻഡർ, ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ കാണിച്ചത് കൂടുതൽ സാരികളുടെ കളക്ഷൻസ്, ഫാൻസി ആയിട്ടുള്ളത് ഏറ്റവും പുതിയ കളക്ഷൻസാണ്. നമുക്ക് ഒട്ടും കാണാത്ത ടൈപ്പാണ്. എനിക്ക് തന്നെ ഈ മൈന്യൂട്ടായിട്ടുള്ള ത്രെഡ് വർക്കിൽ വന്നിട്ടുള്ള ഫാൻസി സാരികൾ ഫസ്റ്റ് ടൈം വരുന്നതാണ്. ഇത് ഒട്ടും തന്നെ കോമൺ അല്ല എന്ന് പറയാം. കാരണം അതൊരു നല്ല ഒരു മാസ് വീവറുടെ കയ്യിൽ നിന്ന് വരുന്ന പ്രൊഡക്ഷൻസാണ്.
അപ്പം നമുക്ക് വേണ്ടിയിട്ട് ഏറ്റവും പുത്തൻ കളക്ഷൻസ് കീപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു പ്രൊഡക്ഷൻ ഒരു ചാലു ആയി കഴിഞ്ഞപ്പോൾ തന്നെ അവർ വിളിച്ചിട്ട് ഞാൻ പെട്ടെന്ന് പോയി പർച്ചേസ് ചെയ്ത് വന്ന ഏറ്റവും പുതിയ എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ആണ്. അപ്പം വേണ്ടവർ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ കെയർ നമ്പർ ഏത് പ്രോഡക്റ്റ് ആയാലും വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പർ നമ്മളുടെ 3 നമ്പറുകൾ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ 2 നമ്പറുകൾ ബിസി ആണെങ്കിൽ നമുക്ക് തേർഡ് വണ്ണിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. എപ്പോഴും സ്റ്റാഫുകൾ ഇവിടെ ലൈവാണ്. അപ്പം വേണ്ടവർ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.